വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഫോറസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. വെറുതെ പറഞ്ഞാണ്, ഇത് മുഴുവൻ പുല്ലാണ്, അതുകൊണ്ടാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതെൻ്റെ പറമ്പാണ് കേട്ടോ. കുറച്ച് നാളായി വെട്ടിയിട്ട്, സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പോൾ വെട്ടിയിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പറമ്പ് കാണിച്ചു തരാം, ഫോറസ്റ്റ് കാണിച്ചു തരാം. കമോൺ. ഞങ്ങൾക്ക് രണ്ട് ഭാഗമായിട്ടാണ് ഇത്. അവിടെ ഒരു പോർഷനും ഇവിടെ ഒരു പോർഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നടക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പുല്ലില്ലാണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പുല്ലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം ആ ഒരു പോർഷൻ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇവിടേക്ക് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ അതേ എൻ്റെ ഫോറസ്റ്റിലത്തെ ഒരു ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇതേമാതിരി സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ അവിടെ ആയിട്ടൊരു മഞ്ചാടി മരം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴും മഞ്ചാടി സ്റ്റോക്ക് ഉണ്ട്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ മഞ്ചാടി കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് വെട്ടി, ആ മരം വെട്ടി, അതുകൊണ്ട് ഇപ്പോൾ ഇല്ല. പിന്നെ ഇവിടെ ഒരു പുളിമരമായിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പുളിമരം വരുന്നുണ്ട്. പിന്നെ ഇവിടെ മാവൊക്കെ ഉണ്ട്. അപ്പോൾ മാങ്ങ സീസൺ ആകുമ്പോൾ ഞങ്ങളിതാ അവിടെ നിന്ന് മാങ്ങ പറിക്കാറുണ്ട്. ഇവിടെ നിന്നാണ് മാങ്ങ പറിക്കാറ്. എന്താണെന്ന് വെച്ചാൽ ഈ മരത്തുമ്മേ നിറച്ച് വലിയ മാങ്ങകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പറിക്കിട്ട് വലുത് കുറേ കിട്ടാറുണ്ട്. ഭയങ്കര വലുപ്പമാണ്. ഒരു ചക്കയുടെ വലുപ്പമൊക്കെ വരാറുണ്ട് ആ മാങ്ങയ്ക്ക്. പിന്നെ ഇവിടെയായിട്ട് ഞങ്ങൾ കത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അടിച്ചു വാരി ഇതൊക്കെ കോരിയിട്ട് കത്തിക്കുന്ന ഒരു സ്ഥലം. അവിടെ ആയിട്ടൊരു മാവുണ്ട് ചെറുത്. അപ്പോൾ അതും ഇങ്ങനെ മാങ്ങ ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടെ ഒരു മാവുണ്ട്. അത് ഞാൻ തിരിച്ച് വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകുന്നത് ഈ ഒരു വഴി കൂടിയാണ്. നമ്മൾ അപ്പുറത്തൊരു വഴിയുണ്ട്. അവിടെ പുല്ലുണ്ടാവില്ല, ഇവിടെ പുല്ലുണ്ടാവുള്ളൂ. അപ്പോൾ ഈ വഴി നേരെ കടക്കുന്നത് അവിടേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാം. ഇപ്പം നമുക്ക് ഈ വഴി കയറാം. ഇവിടെ പട്ടിയുണ്ട്, അതുകൊണ്ടാണ് പേടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ പോർഷനിലേക്ക് കിടക്കാം. ഇനി അവിടെ ഒരു മലയായിട്ടാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റും. അവിടെ വരെ പോണോ? ഇനി നമുക്ക് അതിൽ കയറി പോകാം. കുറച്ചുകൂടി ദൂരം ഉണ്ട് അവിടേക്ക്, അതാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് കയറാം. അവിടേക്കായിട്ടാണ് പോകുന്നത്. വായോ ബാടി, വായോ ഗൈസ്. ഞങ്ങളിങ്ങോട്ട് അധികം വരാറില്ല. ഇവിടെ പട്ടിയുണ്ട് ഗൈസ്, അതുകൊണ്ട്. പിന്നെ പുല്ലൊക്കെ വളർന്നുകൊണ്ട് അപ്പം ഞങ്ങൾ വിടാറില്ല ഇവിടേക്ക്. ബൈ. ഇനി നമ്മൾ പുല്ലില്ലാത്ത സ്ഥലത്തേക്ക് പോവാണ്. പുല്ലില്ലാത്ത സ്ഥലത്ത് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പുല്ലില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകാൻ വഴിയാണ് വരുന്നത്. പിന്നെ ഇത് മറ്റേ കശുമാങ്ങയാണ്. ഇവിടെ കശുമാങ്ങ സീസൺ ആകുമ്പോൾ ഇവിടെ കുറേ വീണ് എടുക്കും. കശുമാങ്ങയുടെയാണിത്. ഇതുകൊണ്ട് അവിടെ അറ്റത്തൊരു മല കാണിച്ചു തന്നില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടും ഉണ്ട് ഒരെണ്ണം. പിന്നെ ഇതിൻ്റെ മരത്തിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇരിക്കാൻ പറ്റില്ല, ഇപ്പം ഇതിന് പൂപ്പലുണ്ട്, അതുകൊണ്ട്. വാ, ഈ വഴി പോവാം. ചാട്, വാ, ഇപ്പുറത്തേക്ക്. ഇവിടെ ചെറുതായിട്ട് വാഴ വീണുണ്ട് കൈസ്. പട്ടി തട്ടിയിട്ടുള്ളതായിരിക്കും. വാ, കമോൺ. യെസ്. അപ്പോൾ ഇവിടെ പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. ആയിട്ട് ഒരെണ്ണമാണ് കൊടുക്കുന്നത്. പൈനാപ്പിൾ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ അടക്കയുണ്ട്. അടക്കയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അടക്കേനെ എന്താ പറയുക വെച്ചാൽ പറയാൻ മറക്കരുത്. അടക്കയുണ്ട്. പിന്നെ ഇവിടെ ഞാൻ മച്ചിങ്ങൊക്കെ പറക്കാറുണ്ട് ഇവിടെ. ഞാൻ നോക്കട്ടെ അടയ്ക്ക കാണുമെന്ന്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം അടയ്ക്കയുടെ സീസണല്ല, അതുകൊണ്ട് കാണാൻ ചാൻസ് കുറവാണ് ഗൈസ്. നോക്കട്ടെ. ഇവിടെ പൈനാപ്പിളിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് അടയ്ക്ക. ജസ്റ്റ് നനഞ്ഞു ഗൈസ്, നനഞ്ഞു.
ഇതാണ് അടയ്ക്ക. നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുന്നത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇതാണ് നനഞ്ഞിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കുരു പോലത്തെ സംഭവം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കുക. നമുക്ക് തെയ്യൊരുക്കുരു, ഇതിൻ്റെ ഉള്ളിലുണ്ടായതാണ് തെയ്യൊരുക്കുരു. ഈ ഒരു കുരാണ് നമ്മൾ ശേഖരിച്ച് വെക്കുക. അതാണ് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ പറയാൻ മറക്കരുത്. അപ്പോൾ അതേ എൻ്റെ ഉണ്ണിക്കൊക്കെ കൊതുക് കടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോവാൻ. കമാൺ, വീട്ടിൽ പോവാം. ചേച്ചിൻ്റെ വരുന്നില്ലേ, വായോ, കമാൺ. കിട്ടണില്ലേ ഗൈസ്? ഒരു നല്ല രസമുള്ള ഒരു പൂവുണ്ട് അവിടെ, കിട്ടണില്ലേ? പക്ഷെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വെള്ളാരിങ്കല്ലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ആകുമ്പോൾ കൊതുക് ഉണ്ടാവില്ല, ഇവിടെയാണ് കൊതുക് വരുന്നത്. ആമാ അയ്യ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇനി വരുന്നത് നമ്മൾ ഈ വഴി പോയി ആ വഴിക്ക് എത്തിയ ഒരു പോസ്റ്ററിലേക്ക് നമുക്കിങ്ങനെ വരാൻ സാധിക്കും. ഇനി അതിൽ പോകുമ്പോൾ അവിടെ ഒരു പേരക്കല്ല സോറി ജാതിക്കുണ്ട്, പക്ഷെ അതുമേ ഉണ്ടായിട്ടില്ല. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാ ഇവിടെ ആയിട്ടാണ് ആ ജാതിക്കന്മാരം. എന്താ ഇതാണ് ജാതിക്കന്മാരം, പക്ഷെ ഉണ്ടായിട്ടില്ല. അതാണ് ജാതിക്കന്മാരം. പിന്നെ ഇവിടെ ഒരു പൊട്ടാസ് അങ്ങനെ എന്ത് പറഞ്ഞൊരു പഴമുണ്ട്, പക്ഷേ അതെനിക്ക് ഇപ്പോൾ ഇവിടെ കാണാനില്ല. പക്ഷേ ഇനിയും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. ഞാൻ തിന്ന് നോക്കിയിട്ടുണ്ട്. ഹമാ, ഇനി ഞാൻ എൻ്റെ മുറ്റത്തുള്ള വെള്ളാരിങ്കല് കാണിച്ചു തരാം. പിന്നെ ഇത് ഇവിടെ ആയിട്ടാണ് ഒരു പുളിയുടെ ഇത് വരുന്നത്. ഹമോ, പിന്നെ ഇവിടെ നമ്മുടെ ഇതുണ്ട്, അയ്യോ എന്താ പറയുക, ചിക്കു ഉണ്ട്. ചിക്കു ഇത് പഴുത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരായിരുന്നു. പഴുത്തുണ്ടായിരുന്നു, പക്ഷെ അത് തിന്നുപോയി. ഇപ്പോൾ പഴുത്ത ഇല്ല, അത് മൊക്ക് നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് തോട്ടി വെച്ചിട്ട് പൊട്ടിക്കേണ്ടി വരും. ഇനി നമുക്കിത് ഈ ഒരു വഴി പോകണമെങ്കിൽ ഇവിടെ നിറച്ച് പുല്ലാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. കമോൺ, നിങ്ങൾ പുല്ല് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം ഗൈസ്, മുറ്റം. അത് ഇവിടെയാണ് ഈ ഡാൻസൊക്കെ കളിക്കാറ്, ഒളിച്ചപ്രാന്തി അതൊക്കെ ഇവിടെയാണ് ഞങ്ങൾ കളിക്കാറുള്ളത്. ഇവിടെ വെള്ളാരിങ്കല്ലെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കല്ലാണത്. ഞാൻ കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും. ഇതാണ് ഞങ്ങളുടെ പൂന്തോട്ട സ്ഥലം. എൻ്റെ അമ്മ പരിചയിച്ചിട്ടുള്ള കുറേ പൂക്കളുണ്ട്. അത് വെള്ളാരിങ്കല്ലല്ല ചുട്ടു. ഇവിടെ അമ്മ പരിചയിച്ചിട്ടുള്ള കുറേ പൂച്ചെടികളുണ്ട്. ഇവിടെ റോസാപ്പൂവുണ്ട് പല കളറിൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ നേരെയായിട്ടൊരു ചെടിയുണ്ട്, അത് മറ്റേ ഒരു ബൊക്കപ്പൂവില്ല, അതാണത്. പിന്നെ ഇവിടെ മറ്റേ ചെത്തിപ്പൂവുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ കയറി പോകുമ്പോൾ ഇവിടെ കുറച്ചായിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം എന്ന് പറയുമ്പോൾ പ്രത്യേകമല്ല, ചില സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുട്ടച്ചെടി. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പക്ഷെ മുട്ട വെച്ചിട്ട് ചിലവരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുട്ട നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുട്ട വെച്ചൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ മുട്ടച്ചെടി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അടുത്ത വീട്ടിൽ ആ വെള്ളാരിങ്കലൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബൈ ബൈ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കനൊക്കെ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ.